നമസ്കാരം. ദീപക്കിൻ്റെ മരണം നമ്മൾ അങ്ങനെ അങ്ങ് മറന്നു പോകരുത്. ദീപക്ക് ഈ സമൂഹത്തിന് ചില സന്ദേശങ്ങൾ നൽകി രക്തസാക്ഷിയായി മടങ്ങിയതാണ്. അതുകൊണ്ട് കേവലം ചില ഫേസ്ബുക്ക് പോസ്റ്റുകളിലോ ഹാഷ്ടാഗുകളിലോ അവസാനിക്കരുത് അവൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെയാണ് സമൂഹം വേദനയോടുകൂടി ദീപക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ദീപക് നിരപരാധിയായിരുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ദീപക് അപരാധിയായിരുന്നെങ്കിൽ പോലും ഇങ്ങനെ ആയിരുന്നില്ല കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. നിരപരാധിയായ ദീപക്കിൻ്റെ ജീവനെടുത്ത ആ യുവതി ഇന്ന് ഒളിവിൽ പോയി സുഖജീവിതത്തിന് വഴി തേടുന്നു. കയ്യിൽ കാശുണ്ടെങ്കിൽ പോലീസും സംവിധാനങ്ങളുമൊക്കെ അവരെ രക്ഷിച്ചെടുത്തുന്നു വരാം. എന്നാൽ നഷ്ടം ആ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിന് മാത്രമാണ്. നടൻ ഹരീഷ് കണാരൻ ഇങ്ങനെ എഴുതുന്നു. ആത്മഹത്യ ചെയ്ത ദീപക്കിനെ കുറിച്ച് അതേ ബസ്സിൽ യാത്ര ചെയ്ത മറ്റൊരു പെൺകുട്ടി പറഞ്ഞത്, സോഷ്യൽ മീഡിയ ലൈംഗികാതിക്രമി എന്ന് മുദ്ര കുത്തിക്കുന്ന ദീപക്കിനെ കുറിച്ച് മാസങ്ങൾക്ക് മുൻപ് അതേ ബസ്സിൽ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ട മറ്റൊരു പെൺകുട്ടിക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ ആരുടെയും ഉള്ളൊന്ന് പിടയും. ദീപക് എന്ന വ്യക്തി ആരായിരുന്നു എന്ന് ദീപക്കിനെ വെറും ഒരു ദിവസം മാത്രം പരിചയമുള്ള ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാകും. ഏകദേശം 1 വർഷം മുമ്പ് അതേ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഈ പറഞ്ഞ പെൺകുട്ടി ദീപക്കിനെ കാണുന്നത്. അസഹനീയമായ പീരിയഡ്സ് വേദന കൊണ്ട് മുഖം വാടിയിരുന്ന ആ കുട്ടിയെ കണ്ട് അടുത്ത സീറ്റിലിരുന്ന അപരിചിതനായ ദീപക് ചോദിച്ചത്, മോളെ എന്തു പറ്റി എന്നാണ്. വെറുമൊരു ചോദ്യമായിരുന്നില്ല അത്. അവളുടെ വേദന കണ്ടപ്പോൾ സ്വന്തം മകളെ പോലെ കരുതിയ ഒരച്ഛൻ്റെയോ ജ്യേഷ്ഠൻ്റെയോ കരുതലായിരുന്നത്. അമ്മയെ വിളിക്കണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ കുട്ടിക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പാരസെറ്റമോൾ ഗുളിക എടുത്തു നൽകി അദ്ദേഹം ആശ്വസിപ്പിച്ചു. വേദന മറക്കാൻ വേണ്ടി പരീക്ഷയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും സംസാരിച്ച് അവളുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചു. പരീക്ഷയോർത്ത് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ ഉപദേശം ആ കുട്ടി ഇന്നും ഓർക്കുന്നുണ്ട്. എന്തിനാ പേടിക്കുന്നത്? ഈ പ്രായത്തിലും ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ്. ജീവിതം എന്നും അങ്ങനെയാണ്. അതുകൊണ്ട് പേടിച്ചിരിക്കാൻ പറ്റുമോ? യാത്രയിലുടനീളം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അത്രയും മാന്യമായി പെരുമാറിയ, സുരക്ഷിതത്വം നൽകിയ ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് 1 വർഷം കഴിഞ്ഞിട്ടും ആ മുഖം ആ കുട്ടി ഓർത്തിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകും, ദീപക് ഒരു ലൈംഗികാതിക്രമി അല്ല, മറിച്ച് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയുന്ന, അന്യൻ്റെ വേദന കണ്ടാൽ മനസ്സലിയുന്ന പച്ചയായ മനുഷ്യനായിരുന്നു അന്ന്. ആ മനുഷ്യനെയാണ് കുറച്ച് റീച്ചിന് വേണ്ടി ഒരുത്തി കൊലപ്പെടുത്തിയത്. ചെയ്യാത്ത തെറ്റിന് ലോകം മുഴുവൻ തന്നെ നോക്കി കുറ്റപ്പെടുത്തിയപ്പോൾ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിൽക്കാതെ അദ്ദേഹം മരണം തെരഞ്ഞെടുത്തത് കുറ്റബോധം കൊണ്ടല്ല, മറിച്ച് താൻ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യത്തിന് പഴി കേൾക്കേണ്ടി വന്നതിലെ ഷോക്ക് കൊണ്ടാവണം. ദീപക് മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ സത്യം ഒരുപക്ഷെ ആരും അറിയില്ലായിരുന്നു എന്നത് മറ്റൊരു ദുരന്തം. ആദരാഞ്ജലികൾ സഹോദര. ലിയാസ് ലത്തീഫ് എന്ന ഇൻസ്റ്റഗ്രാം വ്ളോഗറാണ് ഈ പെൺകുട്ടിയുടെ അനുഭവം പങ്കുവച്ചത്. അതുതന്നെയാണ് ഈ വിങ്ങൽ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതും. ഞങ്ങളുടെ കോഴിക്കോട് പ്രതിനിധി നിഹാൽ ഈ ദുരന്തമുണ്ടായ അന്ന് തന്നെ കോഴിക്കോടെ ഗോവിന്ദപുരത്തുള്ള വീട് സന്ദർശിച്ചിരുന്നു. അന്ന് അവിടെ കണ്ട കാഴ്ചകൾ സങ്കടകരമായിരുന്നു. ഒരു കൂട്ടുകാരൻ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. അവന് സഹിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. എല്ലാ ദിവസവും ഈ ദീപക്കിനൊപ്പം ചെലവഴിച്ച നിമിഷമോർത്തുകൊണ്ട് അവന് നഷ്ടപ്പെട്ടു പോയ കൂട്ടുകാരനോർത്ത് പൊട്ടിക്കരയുകയാണ് അയാൾ. ദീപക് അങ്ങനെ ഒരു ഇതിലേക്ക് പോവാത്തൊരു നല്ലൊരു ഇത് തന്നെയാണ് ഇത്. ഒരു വേണ്ടാത്തരത്തിലേക്കോ ഒന്നിലേക്കില്ല. ഇന്ന് നമ്മൾ സാധാരണ രാത്രി കഴിഞ്ഞാൽ ബീച്ചിലൊക്കെ പോയിരിക്കുക. ഇന്നലെ രാത്രി പറഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് തലവേദനായിട്ട് അവിടെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് വിളിച്ചില്ല, വിളിക്കാൻ പറ്റിയില്ല. വിളിച്ചാണെങ്കിൽ ഒന്ന് ഈ ഇതുണ്ടാവില്ലായിരുന്നു. എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അല്ലാതെ ഒരു വേണ്ടാത്ത ഒരു ഇതിൽ കളിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടിയാലും ഒരു മൈൻഡും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെല്ലാത്തിനെ കൊണ്ടല്ലേ ഓൻ ഈ പണി ചെയ്തത്. തൻ്റെ മകൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത, ഇന്നേ വരെ ഒരു ദുഷ്ടത്തരവും ചെയ്തിട്ടില്ലാത്ത ഒരു പുണ്യപുരുഷനായിരുന്നു എന്ന് അലമുറയിട്ട് കരയുകയാണ് അമ്മ. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ഉണ്ടാവരുത്. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ആർക്കും സഹിക്കാൻ പറ്റൂല. ഏത് മക്കൾക്കും അമ്മക്കും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവരുത്. അതാർക്കും സഹിക്കാൻ പറ്റൂല. ഞാനൊരാൾ അനുഭവിച്ച് ഈ ലോകത്തിൽ ഒരാളും ഇത് അനുഭവിക്കാൻ പാടില്ല. അത് മാത്രമുള്ളൂ എനിക്ക്. ഒരു ലോകത്തിൽ ഒരാൾക്കും ഇനി വിധി കൊടുക്കരുത് ഭഗവാൻ. അത് അതിണ്ടാകാൻ പാടില്ല. എൻ്റെ മോൻ വളരെ പാവായിപ്പോയി. എൻ്റെ മോൻ വളരെ പാവായിപ്പോയി. അതാണ് ഇതൊക്കെ ചെയ്തതിൻ്റെ കുട്ടി.
എൻ്റെ കുട്ടി ഒരു വാക്ക് എന്നോട് പോലും എൻ്റെ കുട്ടി പറഞ്ഞില്ലല്ലോ. എന്നെ പറഞ്ഞാൽ ഞാൻ ഒറ്റക്ക് കിടത്താൻ എൻ്റെ കുട്ടീനെ വിടൂലേ. അവനെന്തോ പേടിച്ച് പോയി. അത്രയും പാവമാണ് എൻ്റെ കുട്ടി. ഇന്ന് വരയ്ക്ക് ഒരു പെണ്ണിനോട് ഒരാളോട് ഒരു മുഖം കറുപ്പിച്ച് ചീത്തത്തരത്തിലൊരു വർത്താനം എൻ്റെ കുട്ടി പറഞ്ഞിട്ടില്ല. അമ്മയുടെ സങ്കടം ആർക്ക് താങ്ങാൻ കഴിയും, ആർക്ക് സഹിക്കാൻ കഴിയും, ആർക്ക് ക്ഷമിക്കാൻ കഴിയും? അച്ഛൻ പറയുന്നു, വെറുതെ വിടുകയില്ല. തൻ്റെ മകനെ നഷ്ടപ്പെടുത്തിയവരോട് സന്ധി ചെയ്യില്ല. തനിക്കും തൻ്റെ കുടുംബത്തിനുമാണ് ഈ നഷ്ടമെന്ന്. എന്താ കുട്ടിക്ക് ഒരു ആക്ഷൻ എടുത്തിട്ട് കേസ് എടുത്തിട്ട് എനിക്ക് ജയിലിൽ അടക്കിന്നെ വേണം. അങ്ങനെ നടന്നാലേ നാട്ടിൽ നടക്കില്ല. ഇതെല്ലാം പരിപാലിക്കും. കൊല്ലം മോനായിട്ട് നമുക്കാകെ ഒറ്റ മോനായിട്ട് ഒറ്റ മോനാണ് ഈ കുടുംബം പുലർത്തുന്നത്. ഞങ്ങൾ 2 കുട്ടികൾക്കാണെങ്കിൽ സുഖമില്ലായിരുന്നു. അപ്പം അവർക്ക് വേണ്ടതെല്ലാം എടുത്തിട്ട് അവർ വേണ്ട നടപടി എടുത്തിട്ട് ഇതാക്കണം. നടി സീമാജി നായർ കണ്ണീരോടുകൂടി ഇങ്ങനെ കുറിക്കുന്നു. ഒരു ഗുഡ് ഈവനിങ് പോസ്റ്റ് ഇടാമെന്ന് കരുതിയാണ് ഇരുന്നത്. അതിനുള്ള മനസ്സായിരുന്നില്ല. മനസാക്ഷി ഉള്ളവർക്കാർക്കും ഈ പെറ്റമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാനാവില്ല. പ്രായമായ അച്ഛൻ്റെയും അമ്മയുടെയും ഏക അത്താണിയായിരുന്നവൻ. മുത്തേ, നീ ഇല്ലാതെ അമ്മയ്ക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന ആ അമ്മയുടെ വാക്കുകൾ. ദൈവമേ, ആർക്കും ഇങ്ങനെ ഗതി വരുത്തല്ലേ. ഒരിക്കലും കാണാത്ത, കേൾക്കാത്ത, അറിയാത്ത ആളായിട്ട് പോലും ദീപക് ഈ മരണം വല്ലാതെ ഉലയ്ക്കുന്നു. സ്ത്രീകൾക്ക് അനുകൂലമായി ചില നിയമങ്ങൾ വന്നതു മുതൽ അതിനെ ഏത് രീതിയിലും മിസ്യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ പലരും മാറുന്നു. അതിനുവേണ്ടി എത്ര കള്ളക്കഥകൾ മെനയാനും മടിയില്ല. എല്ലാവർക്കും റീച്ച് കൂട്ടുക, സാമൂഹ്യ മാധ്യമങ്ങൾ നിറയുക, റേറ്റിംഗ് കൂട്ടുക, ഇതും മാത്രമേ ഉള്ളൂ. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പഴമക്കാർ പറഞ്ഞപ്പോൾ നാടിന് തന്നെ ആപത്താകുന്ന രീതിയിൽ ഇത് മാറുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പലരും പറയുന്നത് കേട്ടു, ദീപക് പിടിച്ചു നിൽക്കണമായിരുന്നുവെന്ന്. എങ്ങനെ പിടിച്ചു നിൽക്കും? എങ്ങനെ നേരിടും? വർഷങ്ങൾ കേസിൻ്റെ പിറകെ പോയി നാട്ടിലും വീട്ടിലും നാണം കെട്ടവനായി എങ്ങനെ ജീവിക്കും? എല്ലാം കലങ്ങിത്തെളിയുമ്പോൾ അവനും കുടുംബവും അനുഭവിക്കുന്നതിൻ്റെ അപ്പുറം അനുഭവിച്ചിട്ടുണ്ടാവും. റീച്ച് കിട്ടാൻ വേണ്ടി പെണ്ണെന്ന് പറയുന്ന നീ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിന് നീ അനുഭവിക്കും. അമ്മയുടെ നെഞ്ചു പിളരുന്ന വാക്കുകൾ മനുഷ്യനായി ജനിച്ച ആർക്കും സഹിക്കാൻ കഴിയില്ല. നാളെ നമ്മുടെ കുടുംബത്തിലും ഇങ്ങനെ സംഭവിക്കാം. അങ്ങനെ ഒരു ആപത്ത് വളർന്നു വരാൻ അനുവദിക്കരുതേ. ദീപക്, താങ്കൾ പെട്ടെന്ന് എല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോൾ ഒരു നിമിഷം നൊന്തുപറ്റ അമ്മയെയും ആ പാവം അച്ഛനെയും ഓർത്തുകൂടായിരുന്നോ? ഇത്തരം ഒരുപാട് വിലാപങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ? ഇതിനെയൊന്നും അതിജീവിക്കാനുള്ള കരുത്തും തൻ്റെ ഇടവും ദീപക് എന്ന ആ പാവം ചെറുപ്പക്കാരനുണ്ടായിരുന്നില്ല. അയാൾ തിരഞ്ഞെടുത്തത് ഏകാന്തതയിലൂടെയുള്ള യാത്രയായിരുന്നു. ആരെയും വേദനിപ്പിക്കാതെ, ആരെയും സങ്കടപ്പെടുത്താതെ എല്ലാ ദുഃഖവും താൻ തന്നെ അനുഭവിച്ചോളാം എന്ന് പ്രഖ്യാപിച്ചുള്ള യാത്രയായിരുന്നു. തൻ്റെ വിവാഹ ജീവിതത്തിലുണ്ടായ തകർച്ചയിൽ നിന്നും ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു വന്ന ദീപക്കിനെ ഇതൊന്നും സഹിക്കാൻ ത്രാണിയില്ലായിരുന്നു. അവൻ പതിയെ സ്വയം തെരഞ്ഞെടുത്ത മരണത്തിലേക്ക് ഓടിക്കയറി. ഈ അമ്മയുടെ നെഞ്ചൊലച്ചതിന്, ആ ആൾക്കൂട്ടത്തിൻ്റെ വിലാപത്തിന് കാരണക്കാരിയായ ഷിംജിദ് എന്ന ഇൻസ്റ്റാഗ്രാം കൊലയാളിയോട് പറയാനുള്ളത്, നീ അനുഭവിച്ചേ ചാവൂ, അനുഭവിച്ചേ ചാകാവൂ.